നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടിപ്പൂരത്തിന് കൊടിയേറി. ജനുവരി 25 ഞായറാഴ്ചയാണ് പൂരാഘോഷം. ഒരുക്കങ്ങളാകുന്നു. പൂരം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് COA എന്ന സംഘടനയ്ക്കുണ്ടെന്ന് കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി. COA കേച്ചേരി മേഖലാ സമ്മേളനം പുറ്റേക്കരയിൽ നടന്നു. കുന്നംകുളം മേഖലാ സമ്മേളനം നാളെ രാവിലെ മുതൽ കൊമേറ്റ് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ. തിരുത്തിക്കാട് ബണ്ടിലെ വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്തർക്കം. എത്രയും വേഗം പമ്പിംഗ് നടത്തണമെന്നും ഇല്ലെങ്കിൽ കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ. ഒടുവിൽ പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. വിശദമായ വാർത്തയിലേക്ക്. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടിപ്പൂരത്തിന് കൊടിയേറി. ജനുവരി 25 ഞായറാഴ്ചയാണ് പൂരാഘോഷം. പാർക്കാടിപ്പൂരം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം. ക്ഷേത്രം ഊരാളൻ തോട്ടപ്പായ മനക്കൽ ശങ്കരൻ നമ്പൂതിരി, സജീഷ് നമ്പൂതിരി എന്നിവർ ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു നൽകിയ കൊടിക്കൂറ ക്ഷേത്രം കോമരം രാജേഷ് കുട്ടഞ്ചേരിയുടെ നേതൃത്വത്തിൽ ദേശവാസികൾ ക്ഷേത്രമുറ്റത്തെ അരയാലിൽ ഉയർത്തി. തുടർന്ന് കലംകരിക്കൽ ചടങ്ങുണ്ടായി. ജനുവരി 25 ഞായറാഴ്ചയാണ് പൂരാഘോഷം. ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ. ഉച്ചയ്ക്ക് കലങ്കരിക്കലിനു ശേഷം 3 മണിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പുതൃക്കോവിൽ പാർത്ഥസാരഥി തിടമ്പേറ്റും. 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ്. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. 3:30 വിവിധ ദേശങ്ങളിൽ നിന്നായി 41 പൂരങ്ങളെത്തും. തുടർന്ന് 45ഓളം ഗജവീരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളത്തോടു കൂടിയ കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടാകും. വടക്കേ നടക്കൽ കാവടി, തെയ്യം എന്നീ നാടൻ കലാരൂപങ്ങളുടെ വേലിയിറക്കത്തിനു ശേഷം നടക്കൽപ്പറ ദീപാരാധന. 9 മണിക്ക് അഞ്ഞൂർകുന്ന് യുവജന ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാർമേക്കാവ് അഭിഷേക് നയിക്കുന്ന നടപ്പുരമേളവും ഉണ്ടാകും. പുലർച്ചെ ദേവസ്വം പൂരം ആരംഭിച്ച കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം പ്രധാന ചടങ്ങായ പൊങ്ങിലിടിയോടെ ഈ വർഷത്തെ പൂരം സമാപിക്കും. ഒടുവിൽ പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. കിലോയ്ക്ക് 30 രൂപയ്ക്കാണ് ഇത്തവണ നെല്ല് സംഭരിക്കുന്നത്. 3 ആഴ്ചയോളം കർഷകർ ടാർപോളിൻ വാടകയ്ക്കെടുത്താണ് നെല്ല് സൂക്ഷിച്ചിരുന്നത്. ടാർപോളിൻ വാടകയ്ക്കെടുത്തതിൽ വൻ നഷ്ടമാണ് ഇത്തവണ കർഷകർക്കുണ്ടായത്. സർക്കാരുമായി മില്ലുകാർ നടത്തിയ ചർച്ചയിൽ തീരുമാനം വൈകിയതാണ് നെല്ല് സംഭരണം വൈകാൻ ഇടയാക്കിയത്. സംഭരിക്കുന്ന 100 കിലോ നെല്ലിൽ നിന്നും 68 കിലോ അരിയാണ് സർക്കാരിന് മില്ലുകാർ നൽകിയിരുന്നത്. നഷ്ടം മൂലം അരിയുടെ അളവ് കുറയ്ക്കണമെന്നായിരുന്നു മില്ലുകാരുടെ ആവശ്യം. ഒടുവിൽ 66 കിലോ ആയി കുറച്ചതോടെയാണ് മില്ലുകാർ നെല്ല് സംഭരണം തുടങ്ങിയത്. ഇത്തവണ വൈക്കോലിന് മികച്ച വില കിട്ടിയത് കർഷകർക്ക് ആശ്വാസമായി. കെട്ട് വൈക്കോലിന് 120 മുതൽ 160 രൂപ വരെയാണ് വില കിട്ടിയത്. 80 ഏക്കറുള്ള കാഞ്ഞിരപ്പാടത്ത് ഇത്തവണ ഉമാവിത്താണ് കർഷകർ കൃഷി ചെയ്തത്. കേബിൾ TV ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് COA എന്ന സംഘടനയ്ക്കുണ്ടെന്ന് കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി. COA കേച്ചേരി മേഖലാ സമ്മേളനം പുറ്റേക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടുതന്നെയാണ് പ്രസ്ഥാനം വിജയവഴിയിലൂടെ മുന്നോട്ടു പോകുന്നതെന്നും ജനകീയമായ പിന്തുണയാണ് ഇതിന് ആധാരമെന്നും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടറുമായ പ്രജീഷ് അച്ചാണ്ടി കൂട്ടിച്ചേർത്തു. വിഷൻ 2030 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വൈവിധ്യവൽക്കരണങ്ങളിലൂടെയും അതുപോലെ മാറ്റത്തോടൊപ്പം സഞ്ചരിക്കുക, അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഇൻഡസ്ട്രി ഇപ്പം ഭൂരിഭാഗം ആളുകളും ഒരു സമാന കാലഘട്ടത്തിൽ ബിസിനസ് ആരംഭിച്ചു വരും. അതുപോലെ തന്നെ ഏതാണ്ട് 40-70 വയസ്സിനിടയിലൊക്കെ ഉള്ള ആളുകളായിരിക്കും ഉള്ളത് ബിസിനസ്സില്ല. നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത് അനലോഗും ഡിജിറ്റലും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിന്റെ ആരംഭം, ആ രീതിയിലുള്ള ബിസിനസ്സുകളുമായി ഈ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുള്ളവരാണ്. എന്നാൽ
ഇനി നമ്മൾ മത്സരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇനി ബിസിനസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ആളുകളോടൊന്നും തന്നെ അല്ല എന്നുള്ളതാണ് സ്ഥിതി. ഇനി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കേണ്ടത് വരുന്നത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ തലമുറയോടാണെന്ന് പറയാം. കാരണം നമുക്കറിയാം ഇന്നെല്ലാം AI മയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പുറ്റേക്കര ആലപ്പാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് അധ്യക്ഷനായി. മേഖലാ എക്സിക്യൂട്ടീവ് അംഗം AS പ്രസാദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി AR റെജി മേഖലാ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിന്റെ അവതരണം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ നിർവഹിച്ചു. മേഖലാ ട്രഷറർ VK പ്രമോദ് കുമാർ സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCDL ഡയറക്ടർ VP ബിജു, കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T ജയപ്രകാശ്, സിഡ്കോ ഡയറക്ടർ PM നാസർ, COA ജില്ലാ ട്രഷറർ CG ജോസ്, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, 9 വിഷൻ മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ജോസ്, COA മേഖലാ എക്സിക്യൂട്ടീവ് അംഗം KC ജോസ് എന്നിവർ സംസാരിച്ചു. മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പുതിയ മേഖലാ ഭാരവാഹികളായി പ്രസിഡന്റ് AS പ്രസാദ്, വൈസ് പ്രസിഡന്റ് KR അനിലൻ, സെക്രട്ടറി AR റെജി, ജോയിന്റ് സെക്രട്ടറി VN മുരളീധരൻ, ട്രഷറർ ഗോപി CS എന്നിവരെയും നിർവാഹക സമിതി അംഗങ്ങളായി പോൾ ജേക്കബ്, KC ജോൺസൺ, പ്രകാശ് പൈ, ബിജു ഡേവിസ് എന്നിവരെ തെരഞ്ഞെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം ബുധനാഴ്ച നടക്കും. കുന്നംകുളം കൊമേറ്റ് സർക്കിളിൽ സജ്ജമാക്കിയ തിച്ചൂർ രാധാകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനം KCCL ചെയർമാൻ K ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. COA മേഖലാ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ അധ്യക്ഷത വഹിക്കും. മേഖലാ സെക്രട്ടറി KV അബ്ദുൾ അസീസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PM മനോജ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും. CO ബിജു ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും, KCCL ഡയറക്ടർ VP ബിജു KCCL റിപ്പോർട്ടും അവതരിപ്പിക്കും. ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മേഖലാ അംഗം വിനു ജോൺസണെ ആദരിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡിട്ട് കുതിക്കുന്നു. ഇന്ന് മൂന്നാം തവണയും കൂടി പവൻ വില 1,10,10,000 കടന്നു. ഇന്ന് 3 തവണയാണ് വില പുതിയ റെക്കോർഡിട്ടത്. ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 200 രൂപ കൂടി 13,800 രൂപയും പവന് 1,600 രൂപ വർദ്ധിച്ച് 1,10,1400 രൂപയുമായി. യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധിക നികുതി ചുമത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നത്. സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് $4,727.02 വർദ്ധിച്ചത്. $48.49 ഇന്ന് കൂടിയത്. 1.04% വർധന. ഇന്ന് രാവിലെ പവന് 760 രൂപ വർദ്ധിച്ച് 1,80,000 രൂപയായിരുന്നു വില. ഉച്ചയ്ക്ക് മുൻപേ 800 രൂപ കൂടി 1,80,800 രൂപയായി. ഇന്നലെ വൈകിട്ട് പവന് 1,07,240 രൂപയായിരുന്നു. തിങ്കളാഴ്ചയും സ്വർണ്ണവിലയിൽ 2 തവണ മാറ്റങ്ങളുണ്ടായി. തിരുത്തിക്കാട് ബണ്ടിലെ വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം. തിരുത്തിക്കാട് ബണ്ടിലെ പമ്പിംഗ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം MLA വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാനെത്തിയ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരും കർഷകരും ചേർന്ന് ചോദ്യം ചെയ്തു. കർഷകരുടെയും നാട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാതെ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറി. തിരുത്തിക്കാട് മേഖലയിലുള്ള ജനങ്ങൾക്കും അവരുടെ പറമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബണ്ടിലെ വെള്ളം അടിച്ചില്ല വെച്ചെങ്കിൽ നമുക്ക് വലിയ ദുരന്തമാണ് വരാൻ പോകുന്നത്. കാലങ്ങളായി നിലനിൽക്കുന്ന പമ്പിംഗ് ഡേറ്റ് മാറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നും വെള്ളം പമ്പ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നും കർഷകർ ചോദിച്ചു. വെള്ളം അടിച്ചിട്ടില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് കൃഷി കംപ്ലീറ്റ് നശിച്ചു പോകുക മാത്രമല്ല ഈ ജനജീവൻ തന്നെ സ്തംഭിക്കും. ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാ കൊല്ലത്തിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. ഇവിടെയുള്ള പ്രാദേശികവാസികൾ പറയുന്നു, കർഷകർ പറയുന്നു വെള്ളം കൂടുതലാണ്, വെള്ളം അടിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്, ഇവർ അടിക്കുന്നില്ല. അവരുടേതായ ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് വെള്ളം അടിക്കാതിരിക്കുന്നത്. ഇനി ഭരണകൂടം അതിന് കൂട്ടു നിൽക്കുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ തന്നെ വെള്ളത്തിന്റെ അളവെടുക്കൽ നടന്നു. എത്രയും വേഗം പമ്പിംഗ് നടത്തണമെന്നും ഇല്ലെങ്കിൽ കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും കൂടിയിട്ട് ഈ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്.
ഒരു കാരണവശാലും അത് നിർത്തുന്ന ഒരവസ്ഥയിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ സമീപവാസികളുടെ ആവശ്യം. തിരുത്തിക്കാട് ബണ്ട് മുതൽ ആനക്കുണ്ട് വരെയുള്ള നൂറടിത്തോട്ടിലെ വെള്ളത്തിന്റെ അളവാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. നാട്ടുകാരും കർഷകരുമായ രഘു പൂങ്ങാട്ട്, രാജകുമാർ, ആനന്ദ്, മഹേഷ് തിരുത്തിക്കാട്, തോമസ്, മധു കെ നായർ എന്നിവർ സംസാരിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ വന്നിട്ട് ജലത്തിന്റെ അളവ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മേഖലയിലെ കർഷകരും സാധാരണക്കാരായ ജനങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഈ ബണ്ടിലെ പമ്പിംഗ് നിലയ്ക്കുമോ എന്നുള്ള ആശങ്ക ഒരുപാടുണ്ട്. അത് ബണ്ടിലെ ജലം പമ്പിംഗ് നിലച്ചാലുണ്ടാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച്, കുടിവെള്ള പ്രശ്നമടക്കമുള്ള പ്രശ്നങ്ങൾ കിഴൂര്, തിരുത്തിക്കാട്, കക്കാട് അങ്ങനെ നമ്മുടെ ടൗൺ പരിസരത്ത് മുഴുവനുള്ള ആളുകൾക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ജനങ്ങൾ ആശങ്ക. പ്രമുഖ സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും അണിനിരക്കുന്ന അർത്ഥാടനം സാഹിത്യ സാംസ്കാരിക സംഗമം കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രാരംഭ യോഗത്തിൽ MV നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് പുരസ്കാര ജേതാക്കളെ ആദരിക്കുന്ന സമാദരണ ചടങ്ങും നടന്നു. സംഭാഷണം എന്ന പേരിൽ നടന്ന സെഷനിൽ പ്രമുഖ എഴുത്തുകാരായ KGS മനോജ് കുറൂർ, EP രാജഗോപാലൻ, S ഹരീഷ് എന്നിവർ പങ്കെടുത്തു. തങ്ങളുടെ എഴുത്തു ജീവിതത്തെക്കുറിച്ചും സാഹിത്യ കാഴ്ചപ്പാടുകളെക്കുറിച്ചും സദസ്സുമായി സംവദിച്ചു. കവി PN ഗോപികൃഷ്ണനായിരുന്നു മോഡറേറ്റർ. എരുമപ്പെട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമീപ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ചികിത്സ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി വരവൂർ പഞ്ചായത്ത് തിച്ചൂർ വാർഡ് മെമ്പർ ഷംനാസ് തിയൂർ രംഗത്ത്. സമീപ പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരോടാണ് ആരോഗ്യ കേന്ദ്രം അവഗണന കാണിക്കുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. വടക്കാഞ്ചേരി ബ്ലോക്കിലെ തളി ഡിവിഷനിൽപ്പെടുന്ന തിച്ചൂർ മേഖലയിൽ നിന്നുള്ള വൃദ്ധരായ രോഗികൾക്ക് മുൻപ് എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും മരുന്നും ലഭ്യമായിരുന്നത്. എന്നാലിപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ഇവിടെ നിന്നും മരുന്നുകൾ നൽകുന്നില്ല എന്നാണ് പരാതി. ആശുപത്രിയിലെത്തുന്ന പ്രായമായവരോട് വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോകാൻ പറഞ്ഞ് മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. തിച്ചൂരിൽ നിന്ന് എരുമപ്പെട്ടിയിലേക്ക് കേവലം 5 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. എന്നാൽ ഈ പ്രദേശത്തുള്ളവർക്ക് വരവൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തണമെങ്കിൽ 3 ബസ് മാറിക്കയറി 14 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതായി വരുന്നു. ഈ യാത്രാദുരിതം മൂലം രോഗികൾ ആശുപത്രിയിൽ പോവുകയോ മരുന്ന് കഴിക്കുകയോ ചെയ്യുന്നില്ല. തന്മൂലം പ്രദേശത്തെ മുതിർന്ന പൌരന്മാരിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചതായി വാർഡ് മെമ്പർ ഷംനാസ് തിച്ചൂർ പറഞ്ഞു. ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എരുവട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വരവൂരിലുള്ള ആളുകൾക്ക് അവിടുന്ന് മരുന്ന് കൊടുക്കില്ലെന്നും അവർ വരവൂരിൽ പോയി മരുന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണെന്നും അറിയാൻ സാധിച്ചു. അന്വേഷിച്ചപ്പോൾ പറയുന്നത് എരുവട്ടിയിലുള്ള ഈ വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എരുവട്ടി പഞ്ചായത്തിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് നൽകുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള പ്രദേശം തന്നെയാണ് തിച്ചൂർ എന്നിരിക്കെ തന്നെ ഇത്തരത്തിലൊരു വിവേചനം തിച്ചൂരിനോട് കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇതിനെതിരെ നമ്മളൊരു പരാതി ആരോഗ്യമന്ത്രി അടക്കമുള്ള ഉന്നതർക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ തിച്ചൂരിലുള്ള ആളുകൾക്കൊക്കെ മരുന്ന് ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വടക്കാഞ്ചേരി ബ്ലോക്കിന് കീഴിലുള്ള പ്രദേശമായിരുന്നിട്ടും തിച്ചൂർ നിവാസികളോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും ഉടൻ തന്നെ എല്ലാ രോഗികൾക്കും മരുന്ന് ലഭ്യമാക്കണമെന്നും വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച വാർഡ് മെമ്പർ ഷംനാസ് തിച്ചൂരിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ എന്നിവർക്ക് നിവേദനവും നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി BJP കുന്നംകുളം നിയോജക മണ്ഡലം നേതൃയോഗം ചേർന്നു. വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ അധ്യക്ഷത വഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നിയോജക മണ്ഡലം ഇൻചാർജായി നിയോഗിക്കപ്പെട്ട KR അനീഷ് മാസ്റ്ററെ യോഗത്തിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ E ചന്ദ്രൻ, MV ഉല്ലാസ്, രേഷ്മ സുനിൽ, അഭിലാഷ് തയ്യൂർ, സുമേഷ് കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. പന്നിത്തടം സെന്ററിലെ തുടർ അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി AC മൊയ്തീൻ MLA അറിയിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡും സംഗമിക്കുന്ന റോഡിലെ പന്നിത്തടം സെന്ററിൽ ഇടയ്ക്കുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. ആവശ്യമായ സുരക്ഷാ മാർക്കിങ്ങുകളും ജംഗ്ഷൻ സൂചനകളും സിഗ്നൽ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അമിത വേഗതയും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമെന്ന് പോലീസും സാങ്കേതിക വിദഗ്ധരും അറിയിച്ചിരുന്നതായി MLA സൂചിപ്പിച്ചു. സിഗ്നൽ സംവിധാനം കൂടുതൽ സമയം പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച സാങ്കേതിക സാധ്യതകൾ
പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ കെൽട്രോണിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി കുന്നംകുളം കേച്ചേരി അക്കിക്കാവ് റോഡുകളിൽ സെന്ററിന്റെ 4 വശത്തുമായി റബ്ബറൈസ്ഡ് ഹമ്പുകൾ അടിയന്തിരമായി സ്ഥാപിക്കുന്നതിന് KRFB ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അമിത വേഗത മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശക്തമായ നിരീക്ഷണ ക്യാമറ സംവിധാനം ഒരുക്കുന്നതിനും അപകട ലഘൂകരണത്തിനുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതിനുമായി പോലീസ്, സാങ്കേതിക വിദഗ്ധർ, KRFB എന്നിവരുടെ യോഗം അടിയന്തിരമായി വിളിച്ചു ചേർക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് MLA വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മികച്ച ഭിന്നശേഷി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് വേലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. കേരള സർക്കാരും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായാണ് ഭിന്നശേഷി മേഖലയിലെ മികവിനുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷൈനി ജിബിൻ, അഷ്ന, ജമീല രാജീവ്, അംഗങ്ങളായ ബിന്ദു നന്ദനൻ, ഗീത ബാലകൃഷ്ണൻ, ബെഡ്സ് സ്കൂൾ അധ്യാപിക അഞ്ജു ജയൻ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഉറുദു ദിനാചരണത്തോടനുബന്ധിച്ച് മുല്ലശ്ശേരി, ചാവക്കാട് ഉപജില്ലകളിലെ ഉറുദു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അല്ലാമ ഇക്ബാൽ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിൽ വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. ഒരുമനയൂർ ഇൻസ്പോർട്ട് അരീന കോർട്ടിൽ നടത്തിയ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 15 വിദ്യാലയങ്ങൾ പങ്കെടുത്തു. മികച്ച ഗോൾ കീപ്പറായി അസ്ലമിനെ തെരഞ്ഞെടുത്തു. തുടർന്ന് തിരുവളയന്നൂർ സ്കൂൾ അങ്കണത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രധാന അധ്യാപിക ജിഷ ടീച്ചർ ട്രോഫിയും മെഡലും വിതരണം ചെയ്തു. അധ്യാപകരായ ഷീല, ജലജ, സ്റ്റാഫ് സെക്രട്ടറി മുനീർ, ഷഹനാസ് എന്നിവർ നേതൃത്വം നൽകി. മലങ്കര ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ഓർത്തഡോക്സ് കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തുതിയൻ നഗറിൽ നടക്കുന്ന കൺവെൻഷൻ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ഉദ്ഘാടനം ചെയ്യും. ഫാദർ സക്കറിയ തോമസ്, ഫാദർ നോബിൾസ് കറിയ, ഫാദർ എബി ഫിലിപ്പ് എന്നിവർ വചന സന്ദേശം നൽകും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തോടെയാണ് കൺവെൻഷൻ ആരംഭിക്കുക. ശനിയാഴ്ച രാവിലെ 10-ന് മർത്താമറിയം വനിതാ സമാജം ഏകദിന സമ്മേളനവും ഞായറാഴ്ച രാവിലെ 10:30-ന് സൺഡേ സ്കൂൾ ബാലജന സംഗമവും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. 1985-ൽ രൂപീകൃതമായ കുന്നംകുളം ഭദ്രാസനത്തിന്റെ 40-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള റൂബി ജൂബിലി ആഘോഷം വ്യാഴാഴ്ച വൈകിട്ട് 6-ന് ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വയനാട് ജില്ലാ സിവിൽ ജഡ്ജ് അനീഷ് ചാക്കോ തുടങ്ങിയവർ ജൂബിലി ആഘോഷത്തിൽ സംബന്ധിക്കും. തുടർന്ന് ബൈബിൾ നാടകം മുൾക്കിരീടം അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഫാദർ VM സാമുവൽ, ഫാദർ ഗീവർഗീസ് K വിൽസൺ, എഡ്വി സക്കറിയ, ഡോക്ടർ KC ലോഫിസൺ, CK ബാബു എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി രാഷ്ട്രീയ വയോജനശ്രീ പദ്ധതി പ്രകാരം വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി സ്ക്രീനിംഗ് ക്യാമ്പ് വെള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മാർഗനിർദ്ദേശമനുസരിച്ച് പ്രധാനമന്ത്രി ദിവ്യാക്ഷയ കേന്ദ്രവും കോഴിക്കോട് ആർട്ടിഫിഷ്യൽ ലിംബ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് ഹെൽപ്പ് ഡെസ്ക് വഴിയാണ് വിതരണം. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ജില്ലാ സെക്രട്ടറി സുഭാഷ് ആദൂർ അധ്യക്ഷനായി. നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയെടുത്ത്, ട്രഷറർ ഗിരീഷ് മാസ്റ്റർ, അഭിലാഷ് കടങ്ങോട്, E ചന്ദ്രൻ, ജനു വെള്ളർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ കേരള ചാർജ് ഓഫീസർ V അജിത് കുമാർ, അനഘ ഷാജി, സൗമ്യ പ്രജി, സോമി രാമകൃഷ്ണൻ, ഷിമ, രഞ്ജിത്ത് ലാൽ, KV ജലജ എന്നിവർ നേതൃത്വം നൽകി. ഫോക്ലോർ അവാർഡ് ജേതാവും സംഘകളി ആചാര്യനുമായ തയ്യൂർ മൂത്തമന പരമേശ്വരൻ നമ്പൂതിരിയെ ആദരിക്കുന്നു. കേരളീയ ക്ഷേത്ര കലാസംഘമാണ് ആദരിക്കുന്നത്. അനുഷ്ഠാന കലകൾ വിസ്മൃതി നേടുന്ന പുതുകാലഘട്ടത്തിൽ കളിയരങ്ങിൽ അടുത്ത കാലത്തുവരെ സജീവമായിരുന്നു മൂത്തമന പരമേശ്വരൻ നമ്പൂതിരി. സംഘകാലം മുതൽ നിലനിന്നിരുന്ന നമ്പൂതിരി വിഭാഗത്തിന്റെ മാത്രം പുരാതന കലയായ സംഘകളിയെ അതിജീവനത്തിന്റെ പാതയിലേക്ക് എത്തിച്ചതിൽ പ്രധാനിയാണ് മൂത്തമന. കാലയവനികയ്ക്കു പിറകിലേക്കുള്ള യാത്രയിൽ നിന്നും ഈ കലയെ നിലനിർത്തുന്നതിനായുള്ള തീവ്ര പരിശ്രമത്തിന്റെ ഭാഗമായതുകൊണ്ടുകൂടിയാണ് മൂത്തമന ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ പൊറോറ ഗ്രാമത്തിൽ പുതൃക്കോവിൽ ഗോവിന്ദൻ നമ്പൂതിരിയുടെയും നങ്ങേലി അന്തർജനത്തിന്റെയും മൂത്ത മകനായ പരമേശ്വരൻ നമ്പൂതിരി 25-ാം വയസ്സിലാണ് സംഘകളിയിൽ സജീവമാകുന്നത്. അരങ്ങത്ത് ഇട്ടിക്കണ്ടപ്പനയും മുത്തശ്ശിയായും ഹാസ്യവേഷങ്ങളായ കള്ളുകുടിയനായും പട്ടരായും മൂത്തമന വേഷപ്പകർച്ചയാടി സദസ്സിനെ വിസ്മയിപ്പിച്ചു. വേലൂർ അർണോസ് പാദ്രി നാടൻ കലാ ക്ലബ്ബ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. മൂത്തമന വെള്ളാറ്റഞ്ഞൂർ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയാണ്.
ജനുവരി 24-ന് പട്ടാമ്പി ഞാങ്ങാട്രി മഹർഷി വിദ്യാലയം സീനിയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് നവാഗതർക്കുള്ള ഷോപ്പിംഗ് സെറമണി സംഘടിപ്പിച്ചു. സേവനത്തിന്റെ പുതിയ പാതയിലേക്കുള്ള തുടക്കം കുറിച്ച് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി സേവനം ചെയ്യുമെന്ന് JRC അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ MV പ്രശാന്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക മേഴ്സി ടീച്ചർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ മോനിഷ രജീഷ്, പ്രിൻസിപ്പൽമാരായ വെങ്കിട്ടമൂർത്തി, ജനീർലാൽ, അധ്യാപകരായ ജയശ്രീ, മഞ്ജു എന്നിവർ സംസാരിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അൻവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്കൂൾ JRC കൗൺസിലർ PK അബൂബക്കർ സ്വാഗതവും ദിവ്യ നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂർ കരുണാലയത്തിലെ അന്തേവാസിയായ ജോയ്സിക്ക് ഇനി പരസഹായമില്ലാതെ സഞ്ചരിക്കാം. കൈകാലുകൾക്ക് ശേഷിയില്ലാത്ത ജോയ്സിക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി യന്ത്രവൽകൃത വീൽചെയർ സമ്മാനിച്ചു. ജീവിതത്തിലെ അപ്രതീക്ഷിത തിരിച്ചടികളിൽ തളർന്നുപോയ ജോയ്സിക്ക് ഇനി ആത്മവിശ്വാസത്തോടെ സഞ്ചരിക്കാം. വാഹനാപകടത്തിൽ പിതാവ് മുരളി മരിച്ചതോടെയാണ് ജോയ്സിയും അസുഖബാധിതയായ അമ്മ ശാലിനിയും ചൊവ്വന്നൂർ കരുണാലയത്തിൽ അഭയം തേടിയത്. കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സാധാരണ വീൽചെയർ ഉപയോഗിക്കാൻ ജോയ്സിക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ ബുദ്ധിമുട്ട് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരിഹാരമായത്. യന്ത്രവൽകൃത വീൽചെയർ ലഭിച്ചതോടെ കരുണാലയത്തിന്റെ അകത്തും പുറത്തും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ജോയ്സിക്ക് സാധിക്കും. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ കരുണാലയത്തിലെത്തിയാണ് വീൽചെയർ കൈമാറിയത്. ജോയ്സിയുടെ പിതാവ് ഇവരെക്കാളൊക്കെ അടുപ്പം ജോയ്സിയുടെ പിതാവുമായിട്ടായിരുന്നു. പിതാവ് ഒരു വാഹനാപകടത്തിലാണ് മരണപ്പെടുന്നത്. ഇവര് വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടെ പഴഞ്ഞിയിൽ ജോലി സംബന്ധമായി പഴഞ്ഞിയിൽ സ്ഥിരമാവുകയും അവിടുത്തെ കുറേ സന്മനസ്സുള്ള ആളുകൾ ഒരു സ്ഥലം കൊടുത്ത് വീട് വെച്ച് ജോയ്സിയെ പൊന്നുപോലെ സംരക്ഷിച്ചു പോകുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരീക്ഷണം അവർ നേരിട്ടത്. ആ പരീക്ഷണം നേരിട്ട സമയത്ത് അവരെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കരുണാലയം തയ്യാറായി എന്നുള്ളതൊക്കെ ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. ചടങ്ങിൽ ഫാദർ സ്റ്റീഫൻ ജോർജ്, ഷമീർ ഇഞ്ചിക്കാരയിൽ, ജിനാഷ് തെക്കേക്കര, സക്കറിയ ചീരൻ, PM ബെന്നി, ജിനീഷ് നായർ, ജിന്നി കുരുവിള എന്നിവർ പങ്കെടുത്തു. ജാർഖണ്ഡിൽ നിന്നുള്ള ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടു പഠിക്കുന്നതിനു വേണ്ടിയാണ് സംഘം എത്തിയത്. കിലയിലെത്തിയ സംഘം കോർഡിനേറ്റർ PV രാമകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ എത്തിയത്. പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സെക്രട്ടറി ഗോകുൽ കൃഷ്ണ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിവരിച്ചു. അതിഥികൾക്ക് ലഘുഭക്ഷണവും ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി, സ്ഥിരം സമിതി അധ്യക്ഷരായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, TA ആഷിഖ്, K സതീഷ് കുമാർ, ഷൈബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമോതിരം ഉടമയ്ക്ക് നൽകി യുവതിയുടെ മാതൃക. വടക്കേക്കാട് ചിക്കൻ വ്യാപാരിയായ കുഴിക്കണ്ടത്തിൽ അഷ്റഫിന്റെ മകൾ അഫ്ന അനീഷിനാണ് ആൽത്തറ സെന്ററിൽ നിന്ന് മോതിരം കളഞ്ഞുകിട്ടിയത്. വ്യാപാരിയായ ഷാഫിയെ വിവരം ധരിപ്പിച്ചതിനെ തുടർന്ന് മോതിരം മർച്ചന്റ്സ് അസോസിയേഷൻ ഓഫീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പ് നൽകിയതിനെ തുടർന്ന് യഥാർത്ഥ ഉടമ ഓഫീസിലെത്തുകയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ ശാന്തി സെന്ററിന് സമീപമുള്ള തറയിൽ വീട്ടിൽ വത്സലന് മോതിരം കൈമാറുകയുമായിരുന്നു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ, ജില്ലാ ഭരണസമിതി മെമ്പർ MV ജോസ്, സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, എക്സിക്യൂട്ടീവ് മെമ്പർ TJ മൈക്കിൾ, ഓഫീസ് മാനേജർ വാസുദേവൻ എന്നിവർ യുവതിയെ അഭിനന്ദിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റപ്പായൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന നടന്നു. രാവിലെ 10:30 നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഫെബിൻ ചെറിയത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ ഫിനോഷ് കിറ്റിക്കൽ സന്ദേശം നൽകി. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ സഹകാർമ്മികനായി. വൈകിട്ട് 4 മണിക്ക് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ടൈസൺ മണ്ടുബാൽ കാർമ്മികനായി. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ച് ഭക്തി നിർഭരമായ പ്രദക്ഷിണമുണ്ടായി. ശേഷം രാത്രി വർണ്ണമഴ, ഗാനമേള എന്നിവയും അരങ്ങേറി. കൈക്കാരന്മാരായ ജോജി പേരാമംഗലത്ത്, ജോസ് താണിക്കൽ,
ടാബു ചെറുവത്തൂർ, പ്രതിനിധി സെക്രട്ടറി ജോഫി MJ, ജനറൽ കൺവീനർ ഡോണി MG, ജോയിന്റ് കൺവീനർ ജോസഫ് VA, ആഘോഷ കമ്മിറ്റി കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്ഷേത്രങ്ങളിൽ ഭക്തി പുരസ്സരം മകരച്ചൊവ്വ ആഘോഷിച്ചു. രാവിലെ പൊങ്കാല സമർപ്പണവും വൈകിട്ട് ആഘോഷകരമായ എഴുന്നള്ളിപ്പുകളും നടന്നു. പഴഞ്ഞി അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ ദിനത്തിൽ നിരവധി പേർ ഭഗവതിക്ക് പൊങ്കാലയിടാനെത്തി. രാവിലെ മുതൽ ആരംഭിച്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി വേണാട്ട് ശിവപ്രസാദ് നമ്പൂതിരി പ്രധാന അടുപ്പിലേക്ക് അഗ്നി പകർന്നു നൽകിയതോടെ ഭക്തർ പൊങ്കാല തയ്യാറാക്കാൻ തുടങ്ങി. തുടർന്ന് ക്ഷേത്രസന്നിധിയിലെത്തിച്ച നിവേദ്യങ്ങൾ ക്ഷേത്രകോമരം വിശ്വനാഥൻ നായർ അരിയും പൂമിട്ട് സ്വീകരിച്ചു. വൈകിട്ട് പറ കുറയിട്ടതിനു ശേഷം പൂരത്തിന് മുന്നോടിയായുള്ള 53 ദേശങ്ങളിലേക്കുള്ള പറയെടുപ്പ് ആരംഭിക്കും. ഫെബ്രുവരി 27, 28 തീയതികളിലായാണ് ക്ഷേത്രത്തിലെ പൂരം വേലയാഘോഷങ്ങൾ നടക്കുന്നത്. മകരച്ചൊവ്വ ആഘോഷങ്ങൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. മകരച്ചൊവ്വ ദിനത്തിൽ പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവിൽ പൊങ്കാലയിടാൻ നൂറുകണക്കിന് ഭക്തർ എത്തി. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി പണ്ടാരിയടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രമുറ്റത്തൊരുക്കിയ അടുപ്പുകളിൽ ഭക്തർ ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള നിവേദ്യം തയ്യാറാക്കി. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബാബു പൂങ്കാവനം, സെക്രട്ടറി വിനോദ് TV, ട്രഷറർ വിശ്വനാഥൻ ഐനിക്കൽ, ക്ഷേത്രമൂരാളൻ ധർമ്മരാജൻ കോട്ടപ്പുറത്ത്, ക്ഷേത്രം കോമരം വിനോദ് തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ബുധനാഴ്ച മുതൽ ക്ഷേത്രത്തിലെ പറയെടുപ്പ് ആരംഭിക്കും. ഫെബ്രുവരി 10 തീയതിയാണ് പുതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. പൊന്നിയൂർക്കുളം ചെമ്മന്നൂർ മാഞ്ചരക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവത്തിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. രാവിലെ വിശേഷാൽ പൂജകൾ, 9:30 പൊങ്കാലയിടലും 10:30 പൊങ്കാല സമർപ്പണവും നടന്നു. പൊങ്കാല സമർപ്പണത്തിന് ക്ഷേത്രം മേൽശാന്തി നാരായണൻകുത്തി തത്തമംഗലത്ത് മന കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6:30 ദീപക്കാഴ്ച, 7 മണിക്ക് ഭദ്രകാളി പൂജ എന്നിവ നടന്നു. പ്രതിഷ്ഠാദിന ദിവസമായ ബുധനാഴ്ച രാവിലെ 5:30 മുതൽ വിശേഷാൽ പൂജകൾ ആരംഭിക്കും. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി ശശിധരൻ ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12:30 മുതൽ പ്രസാദ ഊട്ട് ഉണ്ടാകും. ഭാരവാഹികളായ പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സുരേഷ് ബാബു പാലക്കൽ, ട്രഷറർ പുഷ്പാഗ്രൻ പാറക്കാട്ട്, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, ജോയിന്റ് സെക്രട്ടറി രമേശ് കരുവളപ്പിൽ, എക്സിക്യൂട്ടീവ് മെമ്പർ ശിവദാസൻ പരുത്തിവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. അയനൂർ അയ്യമ്മലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരി രാവിലെ പൊങ്കാല അടുപ്പിൽ തീ പകർന്നു നൽകി. തുടർന്ന് ദേശത്തെ വീടുകളിലെ അമ്മമാർ ദേവിക്ക് പൊങ്കാലയിട്ടു. തുടർന്ന് പാതിരിക്കുന്നത്തുമന നീലകണ്ഠ നമ്പൂതിരി, കോതച്ചിറ രമേശൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ സർപ്പക്കാവിൽ പ്രത്യേക പൂജകളുണ്ടായി. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 5ാം ദിവസമായ ഇന്ന് ജലദ്രോണി പൂജ, തത്വഹോമകുണ്ഡത്തിൽ അഗ്നിജനനം, തത്വകലശപൂജ, ബ്രഹ്മകലശപൂജ തുടങ്ങിയ പൂജകൾക്ക് കുറുവന്നൂർ കപ്പിയൂർമന ഗിരീഷ് തിരുമേനി, കൂറ്റനാട് രായിലത്തുമന നാരായണ നമ്പൂതിരി, ശ്രീരാഗ് തിരുമേനി ഒറ്റപ്പാലി, രാമൻ ഭട്ടതിരി പെരുമ്പാവൂർ, നാരായണൻ തിരുമേനി എടപ്പാൾ തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് അമ്മലങ്കാവ് സർപ്പക്കാവിൽ നിന്ന് താളത്തോടു കൂടി പാൽക്കുടം എഴുന്നള്ളിപ്പും ഉണ്ടായി. ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ KR, ജയപ്രകാശ് KR, കോമരം ചന്ദ്രൻ കണ്ടിത്തിരി, മോഹനൻ KV, ബാലൻ KK തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുലർച്ചെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇലനി മരച്ചുവട്ടിൽ വലയം ചെയ്ത് തവിട് തൂളിക്കൽ വഴിപാട് നടത്തി. 3 ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തവിട് തൂളിക്കലിനായി ക്ഷേത്രസന്നിധിയിലെത്തി. ക്ഷേത്ര ഊരാളൻ തത്താണത്തുമന നാരായണ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭക്തജനങ്ങൾ ചൂലും നെല്ലും ദേവിക്ക് സമർപ്പിച്ചു. മാർച്ച് 1 പ്രസിദ്ധമായ മുലയമ്പറമ്പത്ത് പൂരാഘോഷം നടക്കുക. ഗുരുവായൂർ കോട്ടപ്പടി ചേമ്പാലക്കുളം ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. മകരച്ചൊവ്വയോടനുബന്ധിച്ച് ക്ഷേത്രഭരണ സമിതിയുടെ നേതൃത്വത്തിലാണ് പൊങ്കാല നിവേദ്യമർപ്പിച്ചത്. ചടങ്ങുകൾക്ക് മേൽശാന്തി നീലമന ദുർഗദാസ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് PK മോഹനൻ, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പുതുശ്ശേരി, ട്രഷറർ EU ശ്രീനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിൽ രാവിലെ നിവേദ്യത്തിനു ശേഷം മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി തിടപ്പള്ളിയിൽ നിന്നും അഗ്നിയുമായി വന്ന് ആദ്യത്തെ അടുപ്പ് കത്തിച്ചു. തുടർന്ന് മറ്റടുപ്പുകളിലേക്ക് തീ പകർന്നു. മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി, ക്ഷേത്രകോമരം സുരേഷ് കൈപ്പുള്ളി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ സുരേഷ് മണാളത്ത്, PV പ്രസാദ്, V ഭാസ്കരൻ, KR അഖിലേഷ് എന്നിവർ നേതൃത്വം നൽകി. അഞ്ഞൂർ ശ്രീ ആലിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം പുലർച്ചെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, ഭക്തജനങ്ങളുടെ പൊങ്കാലയിടൽ എന്നീ ചടങ്ങുകളോടെ ആരംഭിച്ചു. ക്ഷേത്രവിശേഷാൽ പൂജകൾക്ക് തന്ത്രി മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, ക്ഷേത്രമേൽശാന്തി പൂങ്ങാട്ട് നാരായണൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി വിവിധ കമ്മിറ്റികളുടെ പൂരം വരവ് ആരംഭിച്ചു. വൈകിട്ട് 7 ഗാനമേള ഉണ്ടായി. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഗുരുതി രാത്രി 10:30 ആരംഭിച്ച് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബിജിറ്റ് മണ്ഡകത്തിങ്കൽ, സെക്രട്ടറി രമാദേവി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
ചെഞ്ചേരി ക്ഷേത്രത്തിൽ മകരച്ചൊവ്വ മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, പന്തീരടി പൂജ എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 1 മണിക്ക് തിടമ്പെഴുന്നള്ളിപ്പും പിന്നീട് വിവിധ വാദ്യമേളങ്ങളോടെ വരവ് പൂരങ്ങളുമുണ്ടായി. തിരുവില്ലോമല ഉണ്ണികൃഷ്ണനും കലാമണ്ഡലം ഹരിനാരായണനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും കടവല്ലൂർ ഗംഗാധരനും സംഘവും അവതരിപ്പിച്ച നാദസ്വരവും പൂരത്തിന് മാറ്റുകൂട്ടി. ചൊവ്വല്ലൂർ മോഹനൻ വാര്യർ സംഘത്തിന്റെ പാണ്ടിമേളമുണ്ടായി. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ CN ദിവാകരൻ, CB സുരേന്ദ്രൻ, CS ഷൺമുഖൻ, CP ഹരിദാസൻ, C രഞ്ജിത്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം വർണ്ണാഭമായി. ക്ഷേത്രത്തിൽ പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് ആരംഭമായി. തുടർന്ന് കേളി, നാഗസ്വരം, അഷ്ടപതി, ലക്ഷാർച്ചന എന്നിവയും ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ പീതാംബരൻ തിടമ്പേറ്റി. നടക്കൽ പറയുമുണ്ടായി. വൈകിട്ട് വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. താഴത്തേക്കാവിലേക്ക് വേലവരവുമുണ്ടായി. ശശി വാർനാട്ട്, സേതു തിരുവെങ്കിടം, പ്രഭാകരൻ മണ്ണൂർ, ബാലൻ വാർനാട്ട്, E രാജു, ശിവൻ കണിച്ചാടത്ത്, ഹരി കൂടത്തിങ്കൽ, P ഹരിനാരായണൻ, രാജു പെരുവഴിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. പെലക്കാട്ടുപയ്യൂർ മാർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ജനുവരി 22 വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 4:30 നട തുറക്കലിന് ശേഷം 5 മണിക്ക് നിർമ്മാല്യ ദർശനവും തുടർന്ന് വിശേഷാൽ പൂജാതി കർമ്മങ്ങളും നടക്കും. 13 പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ദേശം ചുറ്റി ഉച്ചതിരിഞ്ഞ് 5:30 ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള പാമ്പാടി രാജൻ, പുതുപ്പുള്ളി കേശവൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, മീനാട് വിനായകൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങിയ ഗജവീരന്മാർ വിവിധ ദേശങ്ങൾക്കായി തിടമ്പേറ്റു. 7:15 വാദ്യകുലപതി വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിലുള്ള പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 8:15 കാളി, തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. പുലർച്ചെ 2 മണിക്ക് പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 6:30 പൊങ്ങിലടിയോടെ കൂറ വലിക്കുന്നതോടെ പൂരാഘോഷത്തിന് സമാപനമാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ KB സോമരാജ്, PA സജി, NM തിലകൻ, MS നിവേദ് എന്നിവർ പങ്കെടുത്തു. വേലൂർ വെങ്ങിലശ്ശേരി ചേർന്തല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. 25-ാം തീയതി ഞായറാഴ്ചയാണ് ആറാട്ട്. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, നിറമാല, ചുറ്റുവിളക്ക്, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയുണ്ടാകും. 24-ന് 1000 കുടം അഭിഷേകം, വൈകിട്ട് സർപ്പബലി, രാത്രി 7:30 മേളത്തോടെ പള്ളിവേട്ട നടക്കും. 25-ാം തീയതി ഞായറാഴ്ച ആറാട്ട് ദിവസം രാവിലെ പള്ളിയുണർത്തൽ, ആറാട്ടിനെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, ചതുശ്ശതം, 25 കലശം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഉത്സവം കൊടിയിറങ്ങും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. ക്ഷേത്രം മേൽശാന്തി വടക്കേടത്ത് രഞ്ജിത്ത് നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും. സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ മുൻ മേൽശാന്തിയും കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്ര മേൽശാന്തിയുമായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഡോക്ടർ K അരവിന്ദാക്ഷനെ ആദരിക്കും. ഉത്സവ ദിവസങ്ങളിൽ കാളിദാസ് എടക്കുളത്തിന്റെ കർണാട്ടിക് ഫ്യൂഷൻ, ശ്രീവിദ്യ കിള്ളിക്കുരിശിമംഗലത്തിന്റെ ശീതങ്കൻ തുള്ളൽ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, തായമ്പക, ഓട്ടൻതുള്ളൽ തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും. BSFിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിലെ 1ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥി NR അഭിഷേകിനെ ABVP വിവേകാനന്ദ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളത്ത് നടന്ന ABVP വിദ്യാർത്ഥികളുടെ യോഗത്തിലായിരുന്നു ആദരം. മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ മഹേഷ് തിരുത്തിക്കാട് പൊന്നാട അണിയിച്ചു. ABVP മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NV അരുൺ സംസാരിച്ചു. വൈഷ്ണവ്, കൃഷ്ണ, M സജീഷ്, കീർത്തന PK, ആദിലക്ഷ്മി AD, നിരേഷ്, MS അശ്വിൻ, സനൽ, യദുകൃഷ്ണൻ, മന്യ, സുരഭി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കുടിവെള്ള ടാങ്കർ ലോറി വഴിപാടായി ലഭിച്ചു. അടയാർ ആനന്ദഭവൻ സ്വീറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉടമ ശ്രീനിവാസ രാജയാണ് അശോക് ലൈലാൻഡിന്റെ പുത്തൻ ഇലക്ട്രിക് മിനി ട്രക്ക് വഴിപാടായി സമർപ്പിച്ചത്. ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി ഇത് ഉപയോഗിക്കും. ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്നപ്പോഴായിരുന്നു സമർപ്പണം. കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന വാഹന പൂജയ്ക്ക് ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വാഹനത്തിന്റെ താക്കോലും രേഖകളും ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KS ബാലഗോപാൽ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ KS മായാദേവി, പ്രമോദ് കളരിക്കൽ, PRO വിമൽ G നാഥ്, അസിസ്റ്റന്റ് മാനേജർമാരായ KG സുരേഷ് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് എന്നിവർ സന്നിഹിതരായിരുന്നു. ബഡാദോസ് എന്ന വിശേഷണത്തോടെയുള്ള ഇലക്ട്രിക് മിനി ട്രക്കിന് 2500 ലിറ്റർ സംഭരണ ശേഷിയുണ്ട്. ഒറ്റ ചാർജിൽ 140 കിലോമീറ്റർ സഞ്ചരിക്കാനാകും. 16 ലക്ഷത്തോളം രൂപയാണ് വിപണി വില.
കുറുവന്നൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി തിങ്കളാഴ്ച വൈകിട്ട് വികാരി ഫാദർ ഡേവിസ് ചെർമൽ കൊടിയേറ്റം നടത്തി. ലതീഞ്ഞ്, നൊവേന, കുർബാന എന്നിവ നടന്നു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ സണ്ണി വടക്കൻ, മേരി ആന്റണി, ജനറൽ കൺവീനർ ജിനു അന്തിക്കാട്, യൂണിറ്റ് പ്രസിഡന്റ് നിഷാദ് വടക്കൻ എന്നിവർ നേതൃത്വം നൽകും. പെരുമ്പിലാവ് ആൽത്തറ മുല്ലപ്പള്ളി കുന്നത്ത് മലമ്പാമ്പിനെ പിടികൂടി. 8 അടി നീളം വരുന്ന മലമ്പാമ്പിനെയാണ് പിടികൂടിയത്. അറക്കിലുള്ള രാജൻ പാമ്പിനെ പിടിച്ച് എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. ചെറുവത്താണി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശവും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും തുടങ്ങി. ആചാര്യവരണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. പ്രസാദശുദ്ധി ക്രിയകൾ, വാസ്തുബലി, വാസ്തു കലശാഭിഷേകം, ഭഗവതി സേവ, അനുജ്ഞാ കലശപൂജകൾ, കലശാഭിഷേകങ്ങൾ, സംഹാര തത്വഹോമം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പേരകത്ത് രഞ്ജിത്ത് എമ്പ്രാതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MA സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, ചന്ദ്രൻ പള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബുധനാഴ്ചയാണ് പുനഃപ്രതിഷ്ഠ. അന്നദാനത്തോടെ ചടങ്ങുകൾ സമാപിക്കും. തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. കിരാലൂരിലുള്ള സൗഹൃദ ആരാമത്തിലാണ് സൗഹൃദ സംഗമം നടത്തിയത്. ട്രസ്റ്റ് വൈസ് ചെയർമാൻ M കേശവൻ അധ്യക്ഷനായി. ചടങ്ങിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മാത്തമാറ്റിക്സ് 2ാം വർഷ വിദ്യാർത്ഥിനി ശ്രേയ സുധീറിന്, പയ്യൂർ കൊട്ടാരത്തിൽ ശ്രീദേവി അമ്മ, വെട്ടത്ത് മാധവമേനോൻ എൻഡോമെന്റ് ട്രസ്റ്റ് മുൻ സെക്രട്ടറി AP ശങ്കരനാരായണൻ സമ്മാനിച്ചു. മുതിർന്ന സാമൂഹ്യ പ്രവർത്തകനും കാരുണ്യ പ്രവർത്തകനുമായ AA ശ്രീധരനെ ട്രസ്റ്റ് വൈസ് ചെയർമാൻ M കേശവൻ ആദരിച്ചു. T സത്യനാരായണൻ, നിര്യാതനായ പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ അനുസ്മരിച്ചു. സംഗമത്തിൽ CL സൈമൺ മാസ്റ്റർ, EM ദിവാകരൻ, കോതേടത്ത് അപ്പുനായർ, ശ്രീധരൻ, ട്രസ്റ്റ് സെക്രട്ടറി AN സോമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാന സദസ്സിൽ നിരവധി പേർ ഗാനങ്ങൾ ആലപിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി S വാസുദേവൻ നായർ സ്വാഗതവും AP ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. എരുമപ്പെട്ടി കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലെ അമ്പ് തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കൂടുതുറക്കൽ, പ്രദക്ഷിണം എന്നിവ നടന്നു. രാവിലെ 8-ന് അമ്പു വെഞ്ചരിച്ച് വീടുകളിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. തുടർന്ന് വിവിധ യൂണിറ്റുകളിൽ വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകന്റെ കാർമ്മികത്വത്തിൽ ലതിഞ്ഞ നൊവേന കർമ്മങ്ങൾ നടന്നു. പ്രസിദ്ധേന്തി വാഴ്ച, കാഴ്ച സമർപ്പണം എന്നിവയുമുണ്ടായി. തുടർന്ന് കൂടുതുറക്കൽ, പ്രദക്ഷിണം, വിവിധ യൂണിറ്റുകളിൽ നിന്ന് അമ്പ് പള്ളിയിൽ സമാപിച്ചു. ഇടവക വികാരി ഫാദർ സെബി കവലക്കാട്ട്, കൈക്കാരന്മാരായ കുര്യാക്കോസ് തറയിൽ, പുത്തൂർ, സിജോ ചുങ്കത്ത്, ജോൺ മാത്യു കൂട്ടുങ്കൽ, തിരുനാൾ ജനറൽ കൺവീനർ സിജോ മുരിങ്ങത്തേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,800 രൂപ, പവന് 1,10,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 328 രൂപ. കേച്ചേരി എരനെല്ലൂർ ചൂണ്ടപ്പുരയ്ക്കൽ നെടുങ്ങാലിൽ നാരായണൻ മകൻ മുരളീധരൻ നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. അരുൺ സ്മിത്ത് മകനാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ അഞ്ഞൂർ പാർക്കാടിപ്പുരത്തിന് കൊടിയേറി. ജനുവരി 25 ഞായറാഴ്ചയാണ് പൂരാഘോഷം. ഒരുക്കങ്ങളാകുന്നു. പൂരം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. കേബിൾ TV, ബ്രോഡ്ബാൻഡ് രംഗത്തെ കുത്തകകളെ പ്രതിരോധിക്കാനുള്ള കരുത്ത് COA എന്ന സംഘടനയ്ക്കുണ്ടെന്ന് കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി. COA കേച്ചേരി മേഖലാ സമ്മേളനം പുറ്റേക്കരയിൽ നടന്നു. കുന്നംകുളം മേഖലാ സമ്മേളനം നാളെ രാവിലെ മുതൽ കൊമേറ്റ് സർക്കിൾ ഓഡിറ്റോറിയത്തിൽ.
തിരുത്തിക്കാട് ബണ്ടിലെ വെള്ളത്തിന്റെ അളവ് പരിശോധിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കുതർക്കം. എത്രയും വേഗം പമ്പിംഗ് നടത്തണമെന്നും ഇല്ലെങ്കിൽ കർഷകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ. ഒടുവിൽ പോർക്കുളം കാഞ്ഞിരപ്പാടത്തെ നെല്ല് സ്വകാര്യ മില്ലുകാർ ഏറ്റെടുത്തു. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞാണ് നെല്ല് സംഭരിച്ചത്. 3 മുതൽ 8% വരെ കിഴിവ് നടത്തിയാണ് സ്വകാര്യ മില്ലുകൾ നെല്ല് കൊണ്ടുപോയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.